നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഡിജിപേയുടെ കാര്യമാണ്. അതായത് CSCയുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന സർവീസ് പോർട്ടലിലെ കാര്യമാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോർട്ടലിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ തന്നു. അതിൽ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കൺഫ്യൂഷൻ വരാതെ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരാൻ സാധ്യത പോർട്ടലുകളുടെ വൺ ബൈ വൺ ആയിട്ട് എടുത്ത് എങ്ങനെ സർവീസ് കൊടുക്കാമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കറക്ഷൻ്റെ കാര്യമായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയേണ്ടതുണ്ട്. അത് അറ്റൻഡൻസിൻ്റെ കാര്യമാണ്. തുടക്കം മുതലേ ഞാൻ മന്ത്ലി അറ്റൻഡൻസ് എന്നാണ് പറയാറ്. ആക്ച്വലി മന്ത്ലി അറ്റൻഡൻസ് അല്ല. ഇന്നിപ്പോൾ എൻ്റെ അറ്റൻഡൻസിൻ്റെ പോപ്പപ്പ് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. CSCയിൽ വീക്ലിമാർ ക്വാർട്ടർലി അറ്റൻഡൻസ് ആണ് വെക്കേണ്ടത്. അതായത് 3 മാസം കൂടുമ്പോൾ അറ്റൻഡൻസ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ തുടക്കം മുതൽ മന്ത്ലി അറ്റൻഡൻസ് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കറക്റ്റ് ചെയ്യുന്നത്. ക്വാർട്ടർലി അതായത് 3 മാസം കൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഓതൻറ്റിക്കേഷൻ വഴി അറ്റൻഡൻസ് വെച്ചാൽ മതി. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ലാപ്പ് എടുത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് ഓതൻറ്റിക്കേഷൻ വഴി അറ്റൻഡൻസ് രേഖപ്പെടുത്താമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഞാൻ ഈ അറ്റൻഡൻസിൻ്റെ കാര്യം ഇപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യുവാണ്. വേറെ ഒന്നുമില്ല, ഒരാഴ്ച കൊണ്ട് നമ്മൾ ഈ അറ്റൻഡൻസും കാര്യങ്ങളും വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ CSCയുടെ ഇൻഷുറൻസ് പോർട്ടലിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ CSCയുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന സർവീസ് പോർട്ടലുകൾ ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാൻകാരി സുവിധയിൽ വരുന്ന ഒരു വെബ് പേജാണ്. അതിൽ ഇതുപോലെ എല്ലാ സർവീസ് പോർട്ടലുകളിലെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിജിപേയുടെ മാത്രം അപ്ഡേറ്റഡ് അല്ലാതെ താമസിയാതെ അവർ അപ്ഡേറ്റ് ആക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബുക്ക് മാർക്സിൽ കയറി നമ്മുടെ ജാൻകാരി സുവിധയുടെ ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റ്സ് കൊടുത്തിട്ടുള്ള വെബ് പേജിലേക്ക് പോകാം. നിങ്ങൾ ഇതുപോലെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള സർവീസ് പോർട്ടലിലേക്ക് കയറാൻ പറ്റും. ഇനി നമുക്ക് ഡയറക്റ്റ് ഇൻഷുറൻസ് പോർട്ടലിലേക്ക് പോകാം. ഇൻഷുറൻസ് പോർട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പോർട്ടലുകൾ പോലെ ജസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് അതായത് ആ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിലെ നിയമപ്രകാരം മൾട്ടിപ്പിൾ കമ്പനീസിൻ്റെ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിലോ നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാത്രം പോസ് അതായത് പോയിൻ്റ് ഓഫ് സർവീസ് നമ്മൾ എടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് റാപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ BLEസിൻ്റെ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. റാപ്പായിട്ട് എനിക്ക് തോന്നുന്നു പുറത്തുനിന്നുള്ള ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്യാൻ തോന്നുന്നു. ഞാനതല്ല രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഞാൻ BLEസിൻ്റെ എന്ന് പറഞ്ഞൊരു ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് എന്താണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ഓപ്ഷനിൽ കയറി ഞാൻ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊന്നും എനിക്കിനി കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവർ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് എനിക്ക് തോന്നുന്നു പാൻ കാർഡും അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് എഡ്യൂക്കേഷനും അതായത് ഹയർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ കൊടുത്ത് ഒരു പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റ് നമുക്ക് നമ്മുടെ ഡിജിപേ അതായത് ഡിജിറ്റൽ സേവാ പോർട്ടലിൻ്റെ വോളറ്റിൽ നിന്ന് കൊടുക്കാം. 200 രൂപയാണ് പേയ്മെൻറ്റ്. പക്ഷേ റാഫിന് അതേസമയം 300 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ BLEയുടെ അണ്ടറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ലോഗിലേക്ക് കയറുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുള്ള ഇൻ്റർഫേസ് ലോഡായി വരും. ഇത് നമ്മുടെ TC എക്സാം പോലെ തന്നെയാണ്. പക്ഷേ TC എക്സാം എഴുതിയതുപോലെ തന്നെ മൊഡ്യൂൾസ് നമുക്ക് വീഡിയോ ആയിട്ടല്ല കൊടുത്തേക്കുന്നത്, ഓരോന്നും PDF ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ഇതുവരെയും ഏകദേശം 8 മൊഡ്യൂളുകളും കംപ്ലീറ്റ് ആയി. അതെ, 16 മൊഡ്യൂളിൽ 8 മൊഡ്യൂളും കംപ്ലീറ്റ് ആക്കി. നിങ്ങൾ ഈ മൊഡ്യൂൾ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. PDF ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ കാണില്ല, കാരണം ഞാൻ എൻ്റെ ടാബിൽ നിന്നാണ് കയറുന്നത്. ടാബിൽ ഡയറക്റ്റ് PDF ഡിസ്പ്ലേ ആകത്തില്ല. നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് PDF ഡയറക്റ്റ് ഡിസ്പ്ലേ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് PDF ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിൽ പഠിക്കാം. ഒരു PDF 8 പേജോളം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങൾ 16 മൊഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്ത ശേഷം എക്സാമിലേക്ക് പോവുക. 25 മാർക്കിൻ്റെ എക്സാമാണ് വരുന്നത്. അതിൽ 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാം. ഇൻ കേസ് നിങ്ങൾ പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എഴുതാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അടുത്ത ഓരോ തവണ എഴുതുന്നതിന് 100 രൂപ വെച്ച് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ ഇന്ന തവണ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് ഇല്ല. ഇപ്പം എനിക്കും ഈ എക്സാം എഴുതി സർട്ടിഫിക്കറ്റിന് കിട്ടിയ ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്ന് എക്സാം ക്ലിയർ ചെയ്യുന്നു അന്ന് എങ്ങനെ ഒരു ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള പോർട്ടലുകൾ, സർവീസ് പോർട്ടലുകൾ വൺ ബൈ വൺ ആയിട്ട് എടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇൻഷുറൻസ് നിങ്ങൾക്ക് അത്യാവശ്യം കമ്മീഷൻ നൽകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഇൻഷുറൻസിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് CSCയുടെ ഇൻഷുറൻസ് പോർട്ടലിൽ കയറി BLE ഇൻഷുറൻസിന് വേണ്ടി രജിസ്റ്റർ ചെയ്തോളൂ, സർട്ടിഫിക്കറ്റ് എടുത്തോളൂ, എക്സാം കംപ്ലീറ്റ് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കമ്മീഷൻ കിട്ടുന്ന ഒരു സർവീസ് തന്നെയാണ് CSCയുടെ ഇൻഷുറൻസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.